ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഏറ്റവും മനോഹരമായ ഒരു നോമ്പുകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മനാസെ എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണെന്ന്. പൂർവ്വ യൗസേപ്പ് തനിക്കുണ്ടായ ആദ്യത്തെ മകന് മനാസെ എന്ന വാക്കിടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ എല്ലാം മറന്ന് ദൈവത്തിൽ സന്തോഷിക്കുവാനുള്ള ഒരു സാധ്യത ദൈവം അവൻ ഒരുക്കി കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് പൂർവ്വ യൗസേപ്പ് തൻ്റെ മകന് മനാസെ എന്ന് പേരിടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആഫ്രിക്കയിലെ റുവാണ്ട എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. ഈ രാജ്യത്ത് നമുക്കറിയാം, റുവാണ്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും ഭീതികരമായ ഒരു വംശഹത്യ നടന്ന ഒരു രാജ്യമാണ്. ഏകദേശം 8 ലക്ഷത്തോളം പേര് ഈ റുവാണ്ട രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 1-2 വർഷത്തിനിടയ്ക്ക് മരണമടഞ്ഞ ഏറ്റവും ഭീതികരവും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതുമായ ഒരു അനുഭവമായിരുന്നു അത്. റുവാണ്ടയിൽ നമ്മളുടെ മഠമുണ്ട്. ഇവിടെ നമാറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ ഒരു പള്ളിയുടെ മുൻപിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ജിനോസൈഡ് മെമ്മോറിയൽ നമാറ്റ എന്ന് എഴുതിയ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം. അതിനകമായിരുന്നു ആദ്യത്തെ പള്ളി. ഈ പള്ളിയിൽ ഇവിടെ വംശീയ കലാപം നടന്ന സമയത്ത് ആ മനുഷ്യരെല്ലാവരും ചിന്തിച്ചു, പള്ളിക്കകത്തിരുന്നാൽ തങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടെ 10,000-കണക്കിന് ആളുകൾ ഈ പ്രദേശത്ത്, ഈ പള്ളിയിലും ഈ പരിസരങ്ങളിലുമായി അഭയം തേടി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു പറ്റം ആളുകൾ വന്ന് അതിനകത്ത് നിന്ന് നിമിഷ നേരം കൊണ്ട് 10,000-കണക്കിന് ആളുകൾ ഇവിടെ മരിച്ചു വീണ വളരെ ഹൃദയഭേദകമായ ഒരനുഭവം. ഇവിടെ നമ്മൾ ഈ റുവാണ്ടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിവിധ ഇടങ്ങളിൽ ജനോസൈഡ് മെമ്മോറിയൽ എന്ന് എഴുതിയ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇവിടെ ചെന്ന് കയറിയാൽ ആ പള്ളിയിൽ അന്ന് മരണമടഞ്ഞവരുടെ മൃതശരീരങ്ങളുടെ അവശിഷ്ട ഭാഗങ്ങൾ, തലയോട്ടികൾ, അതുപോലെ തന്നെ എല്ല്, ഇതുപോലുള്ള ഒത്തിരി സാധനങ്ങൾ അവർ വിവിധ പെട്ടികളിലാക്കി സൂക്ഷിച്ച് ഇവിടെ ഒരു മെമ്മോറിയൽ വളരെ മനോഹരമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, കത്തിക്കരിഞ്ഞ വസ്ത്രങ്ങൾ, അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, കുട്ടികളുടെ ഉപയോഗിച്ചിരുന്ന ഉടുപ്പ്, തൊപ്പികൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് ഈ 32 വർഷങ്ങൾക്ക് ശേഷം, 92-ലാണ് സംഭവിച്ചത്, 32 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മളിത് കാണുമ്പോൾ ഈ ഒരു ഗവൺമെൻറ്റും ഇപ്പോഴത്തെ ഒരു തലമുറയും അവരോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് അത്ഭുതാവഹമാണ്. എല്ലാ വർഷവും ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പ്രത്യേക പ്രാർത്ഥനകളും അവരുടെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് പ്രാർത്ഥനകളും പൂക്കളും ഒക്കെ സമർപ്പിച്ച് ഇവർ അവരെ ബഹുമാനിക്കുന്നത് കാണുമ്പോൾ, അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെൻറ് ചെയ്ത മറ്റൊരു കാര്യം, അതുവരെ ഈ 2 വംശങ്ങൾക്കും 2 ഐഡൻറ്റിറ്റി കാർഡും 2 തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാം ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഒരു പുതിയ പ്രസിഡന്റിൻ്റെ ഈ ഒരു കാലഘട്ടം വന്നതോടുകൂടി വി ഓൾ ആർ റുവാണ്ടൻസ് എന്ന ഒരു ഏക ഐഡൻറ്റിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരികയും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നതിൻ്റെ എല്ലാ മുറിവുകളും മായ്ക്കാൻ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് മനാസെ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. ചെറിയ ചെറിയ വിഷമങ്ങൾ, ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ആരോടെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിരോധങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ക്ഷമിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് എന്താണുള്ളത്? ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിനും അവരുടെ കൊലപാതകത്തിനും ഒക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന അമ്മമാർ, കൺമുൻപിൽ തങ്ങളുടെ അപ്പനും അമ്മയും മരിച്ചു നിൽക്കുന്നത് കണ്ട് നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന കുഞ്ഞുങ്ങൾ, ഇവരുടെ എല്ലാം മനസ്സിൻ്റെ മുറിവുകളെ മായ്ക്കാൻ അവരോരോരുത്തരും ഇന്ന് പരസ്പരം സ്നേഹിക്കാൻ, അന്ന് കൊന്നവരെ ഇന്ന് സഹോദരങ്ങളായി കണ്ട് സ്നേഹിക്കാനുള്ള സാധ്യതകളിലേക്ക് ഇവർ മനസ്സ് മാറുന്നതുപോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച ചെറിയ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ നോമ്പുകാലമല്ലേ, വിട്ടുകളയണം, മറക്കണം, പരസ്പരം സ്നേഹിച്ച് കൈകോർത്ത് നല്ല നാളേക്കായി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. അതിനായി സർവശക്തനായ ദൈവത്തിൻ്റെ കുരിശ് നമുക്ക് ഈ മറക്കാനും പൊറുക്കാനും ഒക്കെ നമുക്ക് ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് നന്ദി.